രാജാക്കന്മാർ 1-ാം പുസ്തകം അധ്യായം 18. വളരെ കാലം കഴിഞ്ഞ് 3-ാം സംവത്സരത്തിൽ ഏലിയായ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. നീ ചെന്ന് ആഹാബിന് നിന്നെ തന്നെ കാണിക്കുക, ഞാൻ ഭൂമിയിൽ മഴ പെയ്യിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഏലിയ ആഹാബിന് തന്നെ കാണിക്കുവാൻ പോയി. ക്ഷാമം ശമര്യയിൽ കഠിനമായിരുന്നു. ആകയാൽ ആഹാബ് തൻ്റെ ഗൃഹവിചാരകനായ ഓബേദ്യാവിനെ അളച്ചു വരുത്തി. ഓബേദ്യ ദൈവത്തിങ്കൽ മഹാഭക്തനായിരുന്നു. ഇസബേൽ ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ കൊല്ലുമ്പോൾ ഓബേദ്യ 100 പ്രവാചകന്മാരെ കൂട്ടിക്കൊണ്ടു ചെന്നു. ഓരോ ഗുഹയിൽ 50 വീതം ഒളിപ്പിച്ചു. അപ്പവും വെള്ളവും കൊടുത്തു രക്ഷിച്ചു. ആഹാബ് ഓബേദ്യായോട്, നീ നാട്ടിലുള്ള എല്ലാ നീരുറവുകളുടെയും തോടുകളുടെയും അരികെ ചെന്ന് നോക്കുക. മൃഗങ്ങളെല്ലാം നശിച്ചു പോകാതെ കുതിരകളെയും കോവർ കഴുതകളെയും എങ്കിലും ജീവനോടെ രക്ഷിക്കുവാൻ നമുക്ക് പുല്ല് കിട്ടിയേക്കും എന്ന് പറഞ്ഞു. അവർ ദേശത്തുകൂടി സഞ്ചരിക്കേണ്ടതിന് അതിനെ തമ്മിൽ വിഭജിച്ചു. ആഹാബ് തനിച്ച് ഒരു വഴിക്ക് പോയി, ഓബേദ്യായും തനിച്ച് മറ്റൊരു വഴിക്ക് പോയി. ഓബേദ്യ വഴിയിൽ ഇരിക്കുമ്പോൾ ഏലിയ നേരെ വരുന്നത് കണ്ടു. അവനെ അറിഞ്ഞ് സാഷ്ടാംഗം വീണു. എൻ്റെ യജമാനനായ ഏലിയായോ എന്ന് ചോദിച്ചു. അവനോട്, അതെ, ഞാൻ തന്നെ. നീ ചെന്ന് ഏലിയ ഇവിടെ ഉണ്ടെന്ന് നിന്റെ യജമാനനോട് ബോധിപ്പിക്ക എന്ന് പറഞ്ഞു. അതിന് അവൻ പറഞ്ഞു, അടിയനെ കൊല്ലുവാൻ ആഹാബിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുവാൻ അടിയൻ എന്ത് പാപം ചെയ്തു? അങ്ങയുടെ ദൈവമായ കർത്താവാണ്. അങ്ങയെ അന്വേഷിക്കുവാൻ എൻ്റെ യജമാനൻ ആളെ അയക്കാത്ത ജാതിയും രാജ്യവും ഇല്ല. അങ്ങ് അവിടെയില്ല എന്ന് അവർ പറഞ്ഞപ്പോൾ അവൻ ആ രാജ്യത്തെയും ജാതിയെയും കൊണ്ട് അങ്ങയെ കണ്ടിട്ടില്ല എന്ന് സത്യം ചെയ്യിച്ചു. ഇങ്ങനെയിരിക്കെ അങ്ങ് എന്നോട് ചെന്ന് നിന്റെ യജമാനനോട് ഏലിയ ഇവിടെ ഉണ്ടെന്ന് ബോധിപ്പിക്ക എന്ന് കൽപ്പിക്കുന്നുവല്ലോ. ഞാൻ അങ്ങയെ പിരിഞ്ഞു പോയ ഉടനെ കർത്താവിൻ്റെ ആത്മാവ് അങ്ങയെ ഞാൻ അറിയാത്ത ഒരു സ്ഥലത്തേക്ക് എടുത്തുകൊണ്ടുപോയേക്കും. ഞാൻ ആഹാബിനോട് ചെന്നറിയിക്കുകയും അവൻ അങ്ങയെ കണ്ടെത്താതെ ഇരിക്കുകയും ചെയ്താൽ അയാൾ എന്നെ കൊല്ലുമല്ലോ. അടിയനോ ബാല്യം മുതൽ ദൈവഭക്തനാകുന്നു. ഇസ്രായേൽ കർത്താവിൻ്റെ പ്രവാചകന്മാരെ കൊല്ലുമ്പോൾ ഞാൻ കർത്താവിൻ്റെ പ്രവാചകന്മാരിൽ 100 പേരെ ഓരോ ഗുഹയിൽ 50 പേരായി ഒളിപ്പിച്ചു. അപ്പവും വെള്ളവും കൊടുത്തു രക്ഷിച്ച കാര്യം യജമാനൻ അറിഞ്ഞിട്ടില്ലയോ? അങ്ങനെ ഇരിക്കെ അങ്ങ് എന്നോട് ചെന്ന് നിന്റെ യജമാനനോട് ഏലിയ ഇവിടെ ഉണ്ടെന്ന് ബോധിപ്പിക്ക എന്ന് കൽപ്പിക്കുന്നുവോ? അയാൾ എന്നെ കൊല്ലുമല്ലോ. അതിന് ഏലിയ, ഞാൻ ആരാധിക്കുന്ന ബലവാനായ ദൈവത്താണ്. ഞാൻ ഇന്ന് അവന് എന്നെ തന്നെ കാണിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഓബേദ്യ ആഹാബിനെ ചെന്ന് കണ്ടു വസ്തുത അറിയിച്ചു. ആഹാബ് ഏലിയായെ കാണുവാൻ ചെന്നു. ആഹാബ് ഏലിയായെ കണ്ടപ്പോൾ അവനോട്, ആരിത്? ഇസ്രായേലിനെ
കഷ്ടപ്പെടുത്തുന്നവനോ എന്ന് ചോദിച്ചു. അതിന് അവൻ പറഞ്ഞത്, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, നീയും നിന്റെ പിതൃഭവനവും അത്രേ. നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ ഉപേക്ഷിക്കുകയും നീ ബാൽ വിഗ്രഹങ്ങളെ ചെന്ന് ആരാധിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ. എന്നാൽ ഇപ്പോൾ ആളയച്ച് എല്ലാ ഇസ്രായേലരെയും ബാലിൻ്റെ 450 പ്രവാചകന്മാരെയും ഇസ്രായേലിൻ്റെ മേശീങ്കൽ ഭക്ഷിച്ചു വരുന്ന 400 അശേര പ്രവാചകന്മാരെയും കർമ്മേൽ പർവ്വതത്തിൽ എൻ്റെ അടുക്കൽ കൂട്ടി വരുത്തണം. അങ്ങനെ ആഹാബ് എല്ലാ ഇസ്രായേൽ മക്കളുടെയും അടുക്കൽ അയച്ചു. കർമ്മേൽ പർവ്വതത്തിൽ ആ പ്രവാചകന്മാരെ കൂട്ടി. അപ്പോൾ ഏലിയ അടുത്തു ചെന്നു സർവജനത്തോടും, നിങ്ങൾ എത്രത്തോളം ഭാഗമായി പിരിഞ്ഞു നിൽക്കും? കർത്താവാണ് ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പിൻ, ബാൽ എങ്കിലോ അവനെ അനുഗമിപ്പിൻ എന്ന് പറഞ്ഞു. എന്നാൽ ജനം അവനോട് ഉത്തരം ഒന്നും പറഞ്ഞില്ല. പിന്നെ ഏലിയ ജനത്തോട് പറഞ്ഞു, ദൈവത്തിൻ്റെ പ്രവാചകനായി ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിച്ചിരിക്കുന്നുള്ളൂ. ബാലിൻ്റെ പ്രവാചകന്മാരോ 450 പേരുണ്ട്. ഞങ്ങൾക്ക് 2 കാളയും തരണം. ഒരു കാളയെ അവർ തിരഞ്ഞെടുത്തു കഷണങ്ങളാക്കി മുറിച്ച് തീയിടാതെ വിറകിന്മേൽ വയ്ക്കട്ടെ. മറ്റേ കാളയെ ഞാനും ഒരുക്കി തീയിടാതെ വിറകിന്മേൽ വയ്ക്കാം. നിങ്ങൾ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ. ഞാൻ ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. തീ കൊണ്ട് ഉത്തരം അരുളുന്ന ദൈവം തന്നെ ദൈവമെന്ന് സമ്മതിക്കണം. അതിന് ജനം എല്ലാം സമ്മതിച്ചിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ ഏലിയ ബാലിൻ്റെ പ്രവാചകനോട്, നിങ്ങൾ ഒരു കാളയെ തിരഞ്ഞെടുത്തു ആദ്യം ഒരുക്കിക്കൊള്ളുവിൻ. നിങ്ങൾ അധികം പേരുണ്ടല്ലോ. എന്നിട്ട് തീയിടാതെ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് കൊടുത്ത കാളയെ അവർ എടുത്ത് ഒരുക്കി. ബാലേ, ഉത്തരമരുളേണമേ എന്ന് രാവിലെ തുടങ്ങി ഉച്ചവരെ ബാലിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു. ഒരു ശബ്ദവും ഉത്തരവും ഉണ്ടായില്ല. തങ്ങൾ ഉണ്ടാക്കിയ ബാലപീഠത്തിനു ചുറ്റും അവർ തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു. ഉച്ചയായപ്പോൾ ഏലിയ അവരെ പരിഹസിച്ചു, ഉറക്കെ വിളിപ്പിൻ, അവൻ ദേവനല്ലോ. അവൻ ധ്യാനിക്കയായിരിക്കാം, അല്ലെങ്കിൽ വെളിക്ക് പോയിരിക്കയാകുന്നു, അല്ലെങ്കിൽ യാത്രയിലായിരിക്കും, അല്ലെങ്കിൽ പക്ഷേ ഉറങ്ങുകയായിരിക്കും. അവനെ ഉണർത്തണം എന്ന് പറഞ്ഞ് അവർ ഉറക്കെ വിളിച്ചു. പതിവ് പോലെ രക്തം ഒഴുകുവോളം വാളുകൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു. ഉച്ച കഴിഞ്ഞ് ഭോജനയാഗം കഴിക്കുന്ന സമയം വരെ അവർ വെളിച്ചപ്പാടു തുള്ളി. എന്നാൽ ഒരു ശബ്ദമോ ഉത്തരമോ ശ്രദ്ധയോ ഉണ്ടായില്ല. അപ്പോൾ ഏലിയ വിഗ്രഹപ്രവാചകന്മാരോട്, ഇനിയും നിങ്ങൾ മാറുവിൻ, ഞാനും എൻ്റെ യാഗം കഴിക്കട്ടെ എന്ന് പറഞ്ഞു. അവർ മാറിപ്പോയി. ഏലിയ, എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് സർവജനത്തോടും പറഞ്ഞു.
സർവജനവും അവൻ്റെ അടുക്കൽ ചെന്നു. അവൻ ദൈവത്തിൻ്റെ ഇടിഞ്ഞു കിടന്ന യാഗപീഠം നന്നാക്കി, നിനക്ക് ഇസ്രായേൽ എന്ന് പേര് വരുമെന്ന് ജനത്തിൻ്റെ കൽപ്പന ലഭിച്ച യാക്കോബിൻ്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ല് എടുത്തു. കല്ലുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. യാഗപീഠത്തിൻ്റെ ചുറ്റും 2 സയാവിത്ത് വിതയ്ക്കുവാൻ മതിയായ വിസ്താരത്തിൽ ഒരു തോടുണ്ടാക്കി. പിന്നെ അവൻ വിറകടുക്കി കാളയെ കഷണങ്ങളാക്കി വിറകിന്മീതെ വച്ചു. 4 തൊട്ടിയിൽ വെള്ളം നിറച്ചു. ഹോമയാഗത്തിന്മേലും വിറകിന്മേലും ഒഴിപ്പിൻ എന്ന് പറഞ്ഞു. രണ്ടാമതും അങ്ങനെ ചെയ്യുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ രണ്ടാമതും അങ്ങനെ ചെയ്തു. അതിൻ്റെ ശേഷം മൂന്നാമതും അങ്ങനെ ചെയ്യുവിൻ എന്നുവ അവൻ പറഞ്ഞു. അവർ മൂന്നാമതും ചെയ്തു. വെള്ളം യാഗപീഠത്തിന്മേൽ ചുറ്റും ഒഴുകി. അവർ തൊട്ടിലും വെള്ളം നിറച്ചു. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു ചെന്നു. അബ്രാഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ കർത്താവേ, ഇസ്രായേലിൽ നീ ദൈവത്തിനും ഞാൻ നിന്റെ ദാസൻ എന്നും ഈ കാര്യങ്ങളെല്ലാം ഞാൻ നിന്റെ കൽപ്പന പ്രകാരമാണ് ചെയ്തത് എന്നും ഇന്ന് വെളിപ്പെട്ടു വരണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. നീയാണ് ദൈവം. നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്ന് ഈ ജനം അറിയേണ്ടതിന് എന്നോട് ഉത്തരമരുളണമേ എന്ന് പറഞ്ഞു. ഉടനെ ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു. തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. ജനമെല്ലാം അത് കണ്ട് കവിണ്ണു വീണു. കർത്താവ് തന്നെ ദൈവം, കർത്താവ് തന്നെ ദൈവം എന്ന് പറഞ്ഞു. ഏലിയ അവരോട്, ബാലിൻ്റെ പ്രവാചകന്മാരെ പിടിപ്പിൻ, അവരിൽ ഒരുവനും ഓടിപ്പോകരുതെന്ന് പറഞ്ഞു. അവർ അവരെ പിടിച്ചു. ഏലിയ അവരെ താഴെ കീശോൻ തോട്ടിനരികെ കൊണ്ടുചെന്ന് അവിടെ വെച്ച് വെട്ടിക്കൊന്നു. പിന്നെ ഏലിയ ആഹാബിനോട്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്തു കൊള്ളുക, വലിയ മഴയുടെ മുഴക്കമുണ്ട് എന്ന് പറഞ്ഞു. ആഹാബ് ഭക്ഷിച്ചു പാനം ചെയ്യുവാൻ മല കയറിപ്പോയി. ഏലിയ കർമ്മേൽ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞു മുഖം തൻ്റെ മുഴങ്കാലുകളുടെ നടുവിൽ വച്ചു. തൻ്റെ ഭൃത്യനോട്, നീ ചെന്ന് കടലിന് നേരെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിന് അവൻ 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. 7-ാം പ്രാവശ്യമോ അവൻ, ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ കൈപോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിന് അവൻ, നീ ചെന്ന് ആഹാബിനോട്, മഴ നിന്നെ വിഘ്നപ്പെടുത്താതിരിക്കേണ്ടതിന് രഥം തയ്യാറാക്കി ഇറങ്ങിപ്പോകുക എന്ന് ബോധിപ്പിക്ക എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ ആകാശം മേഘവും കാറ്റും കൊണ്ട് ഇരുണ്ടു. വൻമഴ പെയ്തു. ആഹാബ് രഥം കയറി യിലേക്ക് പോയി. എന്നാൽ കർത്താവിൻ്റെ കൈ ഏലിയായുടെ മേൽ വന്നു. അവൻ അരമുറുക്കിക്കൊണ്ട് ജസ്രിയേലിൽ എത്തുന്നത് വരെ ആഹാബിന് മുമ്പായി ഓടി. ദൈവമേ, സ്തുതി, നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.